പുറത്തുനിന്നുള്ള ഭക്ഷണം ഇനി അധികം കഴിക്കാതിരിക്കുന്നതാണ് ആരോഗ്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ സമാധാനത്തിനും ഒക്കെ നല്ലത് എന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തോന്നിയ നെയ്ച്ചോറ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസും നല്ല കുറുകിയ ബീഫ് കറിയും സാലഡും നല്ല കട്ടത്തൈരിൻ്റെ സാലഡും കൂട്ടി കഴിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റത്തില്ലോ. അങ്ങനെ രാവിലെ തന്നെ അച്ഛനോട് പറഞ്ഞു വെച്ചാൽ നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പോയി ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഉള്ള പച്ചക്കറി വെച്ചിട്ട് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നെയ്യ് അധികം ഒഴിച്ചത് കൊണ്ട് നെയ്ച്ചോറാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രൈഡ് റൈസും നെയ്ച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചോറ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നെയ്യുടെ ടേസ്റ്റാണ് കൂടുതൽ നിന്നത്, അതുകൊണ്ട് നമ്മളിതിനെ നെയ്ച്ചോറെന്ന് വിളിക്കുന്നു. പിന്നെ ബീഫ് കറി റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് ഞാൻ അങ്ങനെ പ്രത്യേകം കാണിക്കുന്നില്ല. ഇഷ്ടം പോലെ വിസിലൊക്കെ അടുപ്പിച്ച് നല്ലതായിട്ട് വെന്ത് കുറുക്കിയെടുത്ത ബീഫ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ ഒരു ആശ്വാസമുണ്ട്. ഇതിൻ്റെ കൂടെ പപ്പടവും നാരങ്ങ അച്ചാറും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനിങ്ങനെ അത് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.